ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് അറിയാം, ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നൊരു ദൈവം അല്ലെങ്കിൽ ദൈവീക സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ശിവഭഗവാനാണ് അല്ലേ. ശിവഭഗവാനെ നിത്യവും നാമം ജപിക്കുക, ശിവഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അതിലൊരു സംശയമൊന്നുമില്ല കാര്യത്തിൽ. നമ്മുടെ പൂർവികന്മാരൊക്കെ എന്നും ജപിച്ചിരുന്ന മന്ത്രമാണതേ ശിവപഞ്ചാക്ഷരി മന്ത്രം അല്ലേ. നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അതിനൊരു സംഖ്യയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇത്ര ജപം നടത്തുക അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ജപിക്കാൻ പറ്റുന്ന ഒരു നാമജപമാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം അല്ലേ. അതിന് ഒരു വട്ടെങ്കിലും ജപിച്ചൊരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത് വളരെ കേമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. എന്താ ഇന്ന് പറഞ്ഞു വരുന്നത്? നിത്യവും ശിവനാമം ജപിക്കുന്നവരെന്ന് പറഞ്ഞാൽ സമസ്ത ദുഃഖങ്ങളിൽ നിന്നും കരകയറുന്നല്ലേ വിശ്വാസം അല്ലേ. ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കുക, ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ് ഉണ്ടാവുക അല്ലേ. അവർക്ക് ദുരിതങ്ങളോ ദുഃഖങ്ങളോ അസുഖങ്ങളൊന്നും വരാതിരിക്കുക, അവർക്ക് വിദ്യാഗുണം ഉണ്ടാവുക, അങ്ങനെയൊക്കെ തന്നെ അല്ലേ എല്ലാ മാതാപിതാക്കളുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഒക്കെ ആഗ്രഹം അത് തന്നെ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിന് നമ്മളെന്താണ്, നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവരും നമ്മൾ ആ ഒരു ദിനചര്യയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്താണ്? നിത്യവും വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് 4 നാമം ജപിക്കുക അല്ലേ. 4 നാമം ജപിക്കുന്ന ഒരാൾക്ക് ഒരു ദോഷവും വരില്ലേ. അങ്ങനെയാണല്ലോ പറയുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുക, 4 നാമം ജപിക്കുക, നാരായണ 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 ജപിക്കാം, അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിക്കാം അല്ലേ. എന്തായാലും ആ വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് ശ്രീസന്ധ്യ നേരത്ത് അല്ലേ, ത്രിസന്ധ്യ നേരത്ത് ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് 4 നാമം ജപിക്കുന്ന ഒരു വീട് അല്ലേ, എത്ര ഐശ്വര്യമാണെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നിങ്ങൾ. വളരെ ഐശ്വര്യമാണ് അല്ലേ. ആയുർദോഷ പരിഹാരത്തിന് പ്രധാനമാണ് കേട്ടോ ഭഗവാനെയുള്ള ഭജന അല്ലേ. ശിവഭഗവാനോടുള്ള ഭജന അല്ലെങ്കിൽ ശിവഭഗവാന്റെ 4 നാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുർദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊക്കെ കുറയുക അല്ലേ. അതൊക്കെ വളരെ കേമാണ് കേട്ടോ. ശിവനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ആയുർദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അല്ലേ. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലിരുന്നിട്ടുള്ള നാമജപം ഇരട്ടിയാണ് കേട്ടോ ഫലം നമുക്ക് നൽകുക അല്ലേ. ഭഗവാന്റെ 4 നാമം ജപിക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ച് എല്ലാവരും കുടുംബസമേതം ഇരുന്ന് ഒരു 4 നാമം ജപിച്ചു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം വളരെ കേമല്ലേ. ശിവാരാധനയിൽ ഏറ്റവും പ്രധാനമാണ് ഓം നമ ശിവായ എന്ന മൂലമന്ത്രം അല്ലേ. ശിവപഞ്ചാക്ഷരി സ്തോത്രവും ജപിക്കുന്നത്, അതുപോലെ മഹാദേവന്റെ നാമജപങ്ങളിലെ 108 നാമങ്ങളൊക്കെ അടങ്ങുന്ന ശിവാഷ്ടോത്തരം വളരെ കേമമായി ഭക്തിപൂർവ്വം ജപിക്കുന്നത് സകല ദോഷങ്ങളെയും ശമിപ്പിക്കുന്നതാണേ അല്ലേ. എല്ലാവിധ ദോഷങ്ങളെയും ശമിപ്പിക്കാൻ ശിവനാമങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ശിവനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുവിധ ദോഷങ്ങളും ഏൽക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ അല്ലേ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം അല്ലേ വളരെ കേമല്ലേ. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ ന എന്ന് പറഞ്ഞ ഭൂമിയെയും, മാ എന്ന് പറഞ്ഞ ജലത്തെയും, ശി എന്ന് പറഞ്ഞാൽ അഗ്നിയെയും, വാ എന്ന് പറഞ്ഞാൽ വായുവിനെയും, യാ എന്ന് പറഞ്ഞാൽ ആകാശത്തെയും സൂചിപ്പിക്കുന്നു എന്നാണേ അല്ലേ. നമുക്കറിയാം നമശിവായ എന്ന് പറഞ്ഞപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഭൂമിയെയും ജലത്തെയും അഗ്നിയെയും വായുവിനെയും ആകാശത്തെയും, അതായത് പഞ്ചഭൂതങ്ങളെയും ഈ മന്ത്രം പ്രതിനിധീകരിക്കുന്നു എന്നല്ലേ അല്ലേ. പഞ്ചഭൂതങ്ങളെയും ആലോചിച്ച് നോക്കി നോക്കൂ. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ആ ഒരു സവിശേഷത ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നിങ്ങൾ അല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ത്രിസന്ധ്യ നേരത്ത് വിളക്ക് വളർത്തി വെച്ച് നമ്മുടെ മക്കളെയും നമ്മളും അല്ലേ 4 നാമം ജപിക്കുക. 4 നാമം ജപിക്കുന്ന വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഒരു സംശയം വിചാരിക്കേണ്ട, എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് കനിഞ്ഞു നൽകും. നിങ്ങൾ
എല്ലാ ദിവസവും നിത്യവും 4 നാമം ജപിച്ച് ശീലിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ത്രിസന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തി വെച്ച് എല്ലാവരും ജപിക്കൂ കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ.